ചെമ്പനീർ പൂവിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ വിശേഷങ്ങളിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സച്ചി രവീന്ദ്രനെ കെട്ടിപ്പിടിച്ച് അച്ഛാ ക്ഷമിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഞാനൊന്നും അല്ല അവരെ കുടിപ്പിച്ചെന്ന് പറയുമ്പോഴേക്കും രവീന്ദ്രൻ പറയുന്നുണ്ട്, എടാ സച്ചി, നിനക്ക് ആ കുടിക്കുന്ന ശീലം ഉള്ളതുകൊണ്ടാണ് എല്ലാവരും നിൻ്റെ പേര് പറയുന്നത്. ഇനിയെങ്കിലും നീ അത് ശ്രദ്ധിക്ക്. ശരി ശരി പോയിക്കോ എന്ന് പറഞ്ഞിട്ട് രവീന്ദ്രൻ സച്ചിയെ പറഞ്ഞു വിടുവാണ് കുളിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ രേവതി ആണെങ്കിലോ സച്ചിനെ ഇങ്ങനെ കലിപ്പിച്ച് നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോഴും രേവതി ദേഷ്യത്തിൽ തന്നെ പറയുന്നുണ്ട്, സച്ചേട്ടൻ ഇപ്പോൾ സമാധാനമായില്ലേ, നല്ലതുപോലെ കിട്ടിയല്ലോ, എൻ്റെ വാക്കും കേൾക്കാതെ പോയി കുടിച്ചതല്ലേ, അങ്ങനെ തന്നെ വേണം എന്ന് പറഞ്ഞിട്ട് സച്ചിയെ ചീത്ത പറഞ്ഞിട്ട് രേവതി അടുക്കളയിലോട്ട് പോവാണ്. സച്ചിയാണെങ്കിൽ നല്ല തലവേദനയുണ്ട്. കാരണം ഇന്നലെ അത്രയ്ക്കും ഫോറിൻ സാധനങ്ങളൊക്കെ കുടിച്ചുകൊണ്ട് സച്ചിക്ക് പറ്റുന്നില്ല, തല നല്ല വേദന എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ശ്രുതിയുടെയും ശ്രുതിയുടെയും മുറിയാണ്. അവിടെ ശ്രുതിക്കും നല്ല തലവേദനയുണ്ട്, തലയ്ക്ക് ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. ശ്രുതിയാണെങ്കിലോ ശ്രുതിയും ചീത്ത പറയുന്നുണ്ട്. ശ്രുതിക്ക് ഇപ്പം സമാധാനമായില്ലേ, സച്ചിയെ വെച്ചിട്ടാണ് ഇപ്പം ശ്രുതിയെ താരതമ്യമൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, എൻ്റെ ശ്രുതി ഡീലർഷിപ്പ് കിട്ടിയ സന്തോഷത്തിലാണ് ഞാൻ കുടിച്ചത്. അവിടെ എല്ലാവരും എന്നെ അഭിനന്ദിക്കുമായിരുന്നു. എന്നാൽ വീട്ടിൽ വന്നാലോ എന്നെ വരാന്തയിൽ കിടത്തി ഉറക്കുകയും ചെയ്തു. രാത്രിയൊന്നും ഞാൻ മര്യാദക്ക് ഉറങ്ങിയിട്ടും പോലും ഇല്ല എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, പിന്നെ ശ്രുതി അവിടെ കൂർക്കം വലിച്ചുറങ്ങുന്നത് ഞാൻ കണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇനി മേല ഇതുപോലൊന്നും കുടിച്ചു പോകരുത്, പോയി കുളിച്ചിട്ട് വാന്ന് പറഞ്ഞിട്ട് ശ്രുതിയെ വിടുന്നുണ്ട്. അപ്പോൾ ശ്രുതി പറയും, അഭിലാഷ് സാറിന് എനിക്ക് സെൻഡ് ഓഫ് ചെയ്യാൻ വേണ്ടി പോകാനുള്ളതാ, ശരി ഞാൻ കുളിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് കോട്ട് ശ്രുതിയുടെ കയ്യിൽ കൊടുത്തിട്ട് പോവാണേ. ശ്രുതിയാണെങ്കിലോ ആ കിട്ടിയ തക്കത്തിന് ശ്രുതിയുടെ പോക്കറ്റിൽ നിന്ന് സച്ചിയുടെ ഫോൺ എടുക്കുവാണ്. അങ്ങനെ ഒരുപാട് പരിശ്രമങ്ങൾക്കൊടുവിൽ സച്ചിയുടെ ഫോൺ ശ്രുതിയുടെ കയ്യിൽ വന്ന് ചേർന്നിരിക്കുവാണ്. പിന്നെ കാണിക്കുന്നത് വീണ്ടും സച്ചി ഇങ്ങനെ തലവേദന എടുത്തിരിക്കുന്നതാണ്. രേവതി ചായയൊക്കെ ഉണ്ടാക്കിക്കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. സച്ചി പറയുന്നുണ്ട്, ഭയങ്കര തലവേദന രേവതി എന്ന് പറയുമ്പോൾ രേവതി അപ്പോഴും കുടിച്ചതിനെ കുറ്റം പറയുവാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഇത് കുടിച്ചത് കൊണ്ടൊന്നുമല്ല, രാത്രി ഉറക്കം ശരിയായിട്ടില്ല, വരാന്തേ കിടന്നിട്ട് മനുഷ്യൻ ഉറങ്ങാൻ പോലും പറ്റില്ല എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, അപ്പോൾ അച്ഛൻ ചെയ്തത് നല്ല കാര്യം തന്നെയാണ്, ഇനി കുടിച്ചു വന്നാൽ അതുപോലെ കൊണ്ടേ കിടത്തും വരാന്തയിൽ, അത് ഓർമ്മയിരിക്കട്ടെ എന്നൊക്കെ പറയുമ്പോഴേക്കും ശ്രീകാന്തും തലവേദന എടുത്തിട്ട് വരുവാണേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, നിനക്കും വയ്യേടാന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രീകാന്ത് പറയും, അറിയില്ല സച്ചിയേട്ടാ, തലയൊക്കെ എന്തോ പോലെ ആവും എന്ന് പറയുവാണ്. അപ്പോൾ വർഷ ചീത്ത പറയുന്നുണ്ട്, ശ്രീകാന്തേ ഇത് ലാസ്റ്റ് ടൈമാ, ഇനി ഇതുപോലെ കുടിച്ച് ഈ വീട്ടിലോട്ട് വന്നാലുണ്ടല്ലോ. അപ്പോൾ ശ്രീകാന്ത് പറയും, വന്നാൽ എന്ത് ചെയ്യും, വരാന്തേ കിടത്തോ, വരാന്തയിലല്ല ഞാൻ നിന്നെ റോട്ടി കൊണ്ടേ കിടത്തും എന്നൊക്കെ പറഞ്ഞ് വർഷ ചീത്ത പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് ഒരുപാട് പേര് കുറേ പൂമാലകളും ബൊക്കെയൊക്കെ ആയിട്ട് ചന്ദ്രോദയത്തിലോട്ട് വരുവാണ്. സാറെന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴേക്കും ശ്രുതി വന്ന് ചോദിക്കുന്നുണ്ട് ആരാന്നൊക്കെ. അപ്പോൾ ചന്ദ്ര ഹോം അപ്ലയൻസ് ശ്രുതി സാറിൻ്റെ വീടല്ലേ എന്ന് ചോദിക്കുമ്പോഴേക്കും ശ്രുതി അതേന്ന് പറയുന്നുണ്ട്. സാറിനൊന്ന് വിളിക്കാവോന്ന് ചോദിക്കുമ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമാണ്. കാരണം അവരുടെ കയ്യിലെ പൂമാലയൊക്കെ കാണുമ്പോൾ തന്നെ ഏകദേശം കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട്. ശ്രുതി ഓടിപ്പോയി ശ്രുതിയെ വിളിക്കാൻ പോകുന്നുണ്ട്. ചന്ദ്രയും രവീന്ദ്രനും എല്ലാവരും വരുന്നുണ്ട്. ചന്ദ്രക്കും ഭയങ്കര സന്തോഷമാകുന്നുണ്ട്. ശ്രുതിനെ അന്വേഷിച്ച് വന്നതാണോ, ശ്രുതി ഇപ്പം വരും, വാ കയറിയിരിക്കും, രേവതി ഇവർക്ക് കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞ് രേവതിയെയും വിടുന്നുണ്ട്. ശ്രുതി വരുമ്പോഴേക്കും എല്ലാവരും ഈ പൂമാല ശ്രുതിയുടെ കഴുത്തിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് കൺഗ്രാറ്റ്സ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ശ്രുതി ചോദിക്കും, എന്താ ഇതൊക്കെയെന്ന് ചോദിക്കുമ്പോഴേക്കും കട തുടങ്ങി കുറച്ച് മാസത്തിനുള്ളിൽ തന്നെ സാറ് നേടിയിരിക്കുന്നത് വലിയൊരു അച്ചീവ്മെൻറ്റാണ്. കട തുടങ്ങി 10 വർഷം ആയവർക്ക് പോലും ഇങ്ങനത്തെ അച്ചീവ്മെൻറ്റ്സ് ഒന്നും കിട്ടാറില്ല. ഇത് വളരെയധികം അഭിമാനിക്കേണ്ട നിമിഷമാണ് സാർ, അതുകൊണ്ട് ഞങ്ങളുടെ വക ഒരു ചെറിയൊരു ഉപഹാരം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഈ പൂമാല ഇടുന്നത് ഇവർ. ശ്രുതിക്കാണെങ്കിലോ ഭയങ്കര സന്തോഷമാവാണ്. ശ്രുതി എന്നിട്ട് ഇവരെ രവീന്ദ്രനൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട്. ഇവരൊക്കെ എൻ്റെ കേരളത്തിലെ സബ് ഡീലേഴ്സ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് പരിചയപ്പെടുത്തുമ്പോഴേക്കും അവർ പറയുന്നുണ്ട്, സാറിൻ്റെ മോൻ വളരെ നല്ല കഴിവും പഠിപ്പും ഉള്ളവനാണ്, ഇതുപോലൊരു അംഗീകാരം, ഇതുപോലൊരു ഡീലർഷിപ്പ് വേറെ ആർക്കും ഇതുവരെ ഇത്ര പെട്ടെന്നൊന്നും കിട്ടിയിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയെ ഒരുപാട് പുകഴ്ത്തുന്നുണ്ട് അവർ. ഇതുപോലൊരു മകൻ സാറിൻ്റെ ഭാഗ്യമാണ്, ഇനിയും സാറിന് ഇതുപോലെ മുന്നേറാൻ സാധിക്കട്ടെ എന്നൊക്കെ അവരാശംസിക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അല്ലെങ്കിലും എൻ്റെ മകൻ വലിയ ബിസിനസ്മാൻ ആവും, അവൻ്റെ ജാതകത്തിൽ അത് എഴുതി വെച്ചിട്ടുണ്ടെന്നൊക്കെ ചന്ദ്രയും ഭയങ്കര സന്തോഷത്തിൽ പറയുവാണ്. ആ ഡീലർഷിപ്പ് കിട്ടുമ്പോൾ നമ്മളെയും കൂടി ഒന്ന് പരിഗണിക്കണം എന്ന് അവർ പറഞ്ഞിട്ട് വീട്ടിൽ നിന്നും പോവാണ്. ശ്രുതിയാണെങ്കിലോ ഈ പൂമാലകളൊക്കെ ഇട്ട് ഭയങ്കര സന്തോഷത്തിലും അഭിമാനത്തിലും അഹങ്കാരത്തിലും ഒക്കെ അവിടുത്തെ സോഫയിൽ ഇങ്ങനെ രാജാവിനെ പോലെ ഇരിക്കുവാണ്. സച്ചിയും ശ്രീകാന്തും രേവതിയൊക്കെ ഇത് കണ്ടിട്ട് ചിരിക്കുവാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഞാൻ പറയാറില്ലേ എൻ്റെ മകൻ വലിയ ബിസിനസ്മാൻ ആവുമെന്ന്, അപ്പോൾ നിങ്ങളാരും വിശ്വസിച്ചില്ല, ദേ ഇപ്പം കണ്ടില്ലേ വീട്ടിലെ ആളുകൾ തേടി വന്ന് പൂമാലയൊക്കെ ഇട്ട് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ് ചന്ദ്ര ഭയങ്കരമായിട്ട് സന്തോഷിക്കുവാണ്. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അമ്മേ ഞാൻ മുന്നേറുക തന്നെ ചെയ്യും, പക്ഷേ ഈ വന്യവറ മുമ്പിൽ എന്നെ അവൻ ഇവനെന്നൊന്നും വിളിക്കാൻ നിൽക്കരുതെന്ന് പറയുന്നുണ്ട് ശ്രുതി. അപ്പോഴേക്കും ചന്ദ്ര ഇങ്ങനെ നെട്ടി നിൽക്കുവേ. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, പിന്നെ അമ്മ എങ്ങനെ വിളിക്കണം, നിന്നെ സാറേ എന്ന് വിളിക്കണോ? അപ്പോൾ രവീന്ദ്രൻ പറയുന്നുണ്ട്, എടാ ശ്രുതി, നീ എത്ര വലിയ ആളായാലും അമ്മക്ക് നീ അമ്മയുടെ മകൻ തന്നെയല്ലേ. അപ്പോൾ ശ്രുതി പറയുന്നുണ്ട്, അല്ലച്ചാ, വന്യവറ മുമ്പിൽ ഇങ്ങനെയൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ അവരെന്തോർക്കും എന്നൊക്കെ പറയുവാണ്. അപ്പോൾ സച്ചി പറയും, കഴുത്തിൽ 2 മാല വന്നപ്പോഴേക്കും അവൻ്റെ ഒരു അഹങ്കാരം നോക്കിയേ, തലക്കനം
കനം കൂടി. നീ എന്താടാ അറക്കാൻ പോകുന്ന ആടാണോ? കഴുത്തിന്ന് ആ മാലയെ കൂരി മാറ്റിടാന്ന് പറഞ്ഞ് സുധിയെ കളിയാക്കുവാണേ സച്ചി. ചന്ദ്ര പറയുന്നുണ്ട്, സുധി പറഞ്ഞത് ശരിയാ, സുധിയെ കാണാൻ വലിയ വലിയ ആളുകളൊക്കെ വരില്ലേ, അവരുടെ മുമ്പിൽ നമ്മൾ നോക്കിയും കണ്ടും വേണ്ടൊക്കെ സംസാരിക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ നാണക്കേട് സുധിക്ക് തന്നെയല്ലേ എന്ന് ചന്ദ്ര പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഈ വന്നത് ബിസിനസ്സുകാർ തന്നെയാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഇനി വേണമെങ്കിൽ ഇവൻ വാടകയ്ക്ക് കാശും കൊടുത്ത് ആളെ വിളിപ്പിച്ച് ഇതുപോലെയൊക്കെ അഭിനയിപ്പിച്ചതാണെങ്കിലോ എന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട്. എനിക്കങ്ങനെ ആരെയും കൊണ്ടുവന്ന് നിർത്തേണ്ട കാര്യമില്ലെന്നും അവരൊക്കെ വന്ന് നിന്നത് അവരുടെ ഇഷ്ടപ്രകാരമാണെന്നും എങ്ങനെ എൻ്റെ മുമ്പിൽ നിന്നതെന്നൊക്കെ നിങ്ങളും കണ്ടതല്ലെന്നൊക്കെ സുധി ഭയങ്കര അഹങ്കാരത്തോടെ പറയുന്നുണ്ട്. ഇതൊക്കെ വെറും ഒരു തുടക്കം, ഇനി ഡെയിലി ഇതുപോലെ ആളുകൾ വന്ന് എന്നെ സ്വീകരിക്കൂ എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അങ്ങനെ ആയാൽ നല്ലത്, അല്ലെങ്കിൽ ഉയർച്ചയിൽ അഹങ്കരിക്കാൻ പാടില്ല, എപ്പോഴും താഴ്മയോടെ തന്നെ നിൽക്കണം, അല്ലെങ്കിൽ എപ്പോഴാ നിലംപതിക്കുക എന്ന് പറയാൻ പറ്റില്ല എന്നൊക്കെ സച്ചി പറയുമ്പോഴേക്കും ചന്ദ്ര പറയുന്നുണ്ട്, എടാ സുധി ഇവൻ പറയുന്നതൊന്നും കേൾക്കണ്ട, ഇവൻ അസൂയ, നീ പടിപടിയായി മുമ്പോട്ട് പോകുന്നതിലുള്ള അസൂയ എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചേട്ടൻ എന്തിനാ അമ്മ അസൂയപ്പെടുന്നത്, സച്ചേട്ടൻ കാരണമാ ഈ ബിസിനസ് എന്ന് പറയാൻ തുടങ്ങുമ്പോഴേക്കും സച്ചി രേവതിയെ തടുക്കുവാണേ. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, എന്താ രേവതി എന്ന് ആക്ഷൻ കാണിക്കുന്നുണ്ട്. രേവതി പറയാൻ വന്നത് സച്ചി കാരണമാണ് സുധിക്ക് ഈ ബിസിനസ് കിട്ടിയെന്ന് തന്നെയാണ്, പക്ഷേ അത് വീട്ടിലുള്ള വേറെ ആർക്കും അറിയത്തില്ലല്ലോ, ഇവരുടെ ഇടയിലുള്ള ഒരു അഭിനയത്തിലൂടെയാണല്ലോ അത് കിട്ടിയത്, പക്ഷെ അത് പറയാൻ സച്ചി സമ്മതിക്കുന്നില്ല. ഇവരോടൊക്കെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല രേവതി, ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വരാമെന്ന് പറഞ്ഞിട്ട് സച്ചി മുറിയിലോട്ട് പോവാണ്. പിന്നെ കാണിക്കുന്നത് സച്ചി കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയാവുകയാണ് ട്രിപ്പിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ സച്ചി രേവതിയോട് ചോദിക്കുന്നുണ്ട്, രേവതി ഇതുവരെ ആരും എന്നെ വിളിച്ചൊന്നുമില്ലല്ലോ, എന്തോ എറ്റിയാവോ, എൻ്റെ ഫോൺ വല്ല സ്വിച്ച് ഓഫ് ആണോ, നീ ഒന്ന് എടുത്ത് നോക്കിക്കേന്ന് പറയുമ്പോഴേക്കും രേവതി സച്ചി ഫോൺ വെക്കുന്ന സ്ഥലത്ത് നോക്കിയിട്ട് പറയുന്നുണ്ട്, സച്ചിയേട്ടാ ഫോൺ ഇവിടെ ഇല്ലല്ലോ. അപ്പോൾ സച്ചി പറയും, ഫോൺ ഇവിടെ ഇല്ലേ, ഞാൻ ഇവിടെയാണല്ലോ വെക്കാറ്, എന്നാൽ ചിലപ്പോൾ ഹോളിൽ വല്ലതും ഉണ്ടാവും, നീ ഒന്ന് പോയി നോക്കിക്കേ രേവതി എന്ന് പറഞ്ഞ് രേവതിയെ വിടുന്നുണ്ട്. അപ്പോൾ രേവതി ഹോളിലൊക്കെ പോയി തപ്പി നോക്കിയിട്ട് വന്ന് പറയുന്നുണ്ട്, സച്ചേട്ടാ ഹോളിലും ഫോണൊന്നും കാണുന്നില്ല എന്ന് പറയുവാണ്. അപ്പോൾ സച്ചിക്ക് ചെറുതായിട്ടൊരു ടെൻഷനൊക്കെ കയറുന്നുണ്ട്. സച്ചി മാറിയിട്ട കോട്ടിൻ്റെയും പാൻറ്റിൻ്റെയും പോക്കറ്റിലൊക്കെ തപ്പുന്നുണ്ട്, അതിലൊന്നും സച്ചിയുടെ ഫോൺ കാണുന്നില്ല. പിന്നെ സച്ചിയായിട്ട് തന്നെ എല്ലാ സ്ഥലവും തിരയാൻ തുടങ്ങുവാണ്, സോഫയിലെ തലേണയും പില്ലോയും പിന്നെ ഇന്നലെ കിടന്ന വരാന്തയിലെ എല്ലായിടത്തും പോയി സച്ചി നോക്കുന്നുണ്ട്, ഫോൺ എവിടെയെങ്കിലും വീണോന്നറിയില്ലല്ലോ, ഇന്നലെ ബോധമില്ലാതെയല്ലേ വന്നത്, അപ്പോൾ വരാന്തയിൽ കിടന്നുകൊണ്ട് തന്നെ വരാന്തയിൽ ഉണ്ടാവുമെന്ന് ഓർത്തിട്ട് സച്ചി വരാന്തയിലൊക്കെ പോയി നോക്കുന്നുണ്ട്, അവിടെ ഒന്നും കാണുന്നില്ല. അകം മുഴുവൻ ഓരോ സാധനങ്ങളും മാറ്റി മാറ്റി ഇങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുവാണ് സച്ചി. ഫോൺ എവിടെ രേവതി, നീ പോയി അടുക്കളയിലൊക്കെ നോക്കുമെന്ന് പറഞ്ഞ് സച്ചി ബഹളം വെക്കുന്നുണ്ട്. അപ്പോൾ രേവതി ചോദിക്കും, അടുക്കളയിലൊക്കെ എങ്ങനെ വരാനാ, നിന്നോട് നോക്കാനല്ലേ പറഞ്ഞത്, പോയി നോക്ക് രേവതി എന്നൊക്കെ പറഞ്ഞ് വിടുവാണ്. രേവതി അടുക്കളയിലൊക്കെ നോക്കി വന്നിട്ട് പറയുന്നുണ്ട്, സച്ചിയേട്ടാ അവിടെയൊന്നും ഇല്ല ഫോണെന്ന് പറയുമ്പോൾ പിന്നെ എവിടെ പോയി എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒച്ച വെക്കുവാണേ. അപ്പോൾ രേവതി പറയുന്നുണ്ട്, എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് പറയാനാ, സച്ചേട്ടൻ എവിടെയെങ്കിലും മറന്നു വെച്ചിട്ടുണ്ടാവും എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, ഞാൻ അങ്ങനെ മറന്നു വെച്ചിട്ടൊന്നുമില്ല, എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടായിരുന്നു ഫോൺ, എനിക്ക് നല്ല ഓർമ്മയുണ്ടെന്ന് പറഞ്ഞ് വീണ്ടും തപ്പുവാണേ. ശ്രുതി ഇതൊക്കെ കണ്ട് അവിടെ രസിച്ച് നിൽക്കുവാണ്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ വന്ന് ചോദിക്കുന്നുണ്ട്, എന്താ രേവതി ഈ സച്ചി എന്താ ഈ കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സച്ചേട്ടൻ്റെ ഫോണ് കാണാനില്ല എന്ന് രേവതി പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ഇന്നലെ 3 പേരും വന്ന കോലം കണ്ടതല്ലേ, എവിടെയെങ്കിലും പോയിട്ടുണ്ടാവും ഫോണ് വന്ന വഴിയിൽ എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചിക്ക് ദേഷ്യം വരുന്നുണ്ട്. സച്ചി പറയും, പാലറട്ടത്തി ഞാൻ അല്ലെങ്കിൽ തന്നെ ഇവിടെ ഭ്രാന്ത് കയറിയിരിക്കുക, വെറുതെ അതും ഇതും പറഞ്ഞ് എന്നെ ഒന്നുകൂടെ ദേഷ്യം കയറ്റല്ലേ, പൊയ്ക്ക് എന്നൊക്കെ പറഞ്ഞ് ശ്രുതിയോട് ഒച്ചെടുക്കുന്നുണ്ട് സച്ചി. എന്നിട്ട് പറയും, രേവതി നീ നിൻ്റെ ഫോണിൽ നിന്ന് എൻ്റെ ഫോണിലോട്ടൊന്ന് വിളിച്ചു നോക്കിയെന്ന് പറയുവാണ്. അപ്പോൾ രേവതി മൊബൈൽ എടുത്ത് വന്നിട്ട് സച്ചിയുടെ കൊടുക്കുന്നുണ്ട്. സച്ചി വിളിക്കുമ്പോഴേക്കും ഫോൺ സ്വിച്ച് ഓഫ് എന്നാണ് പറയുന്നത്. എന്താ സച്ചി ചേട്ടാ ഫോൺ ബെല്ലടിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്വിച്ച് ഓഫ് ആണ് രേവതി എന്ന് പറഞ്ഞ് ഒന്നുകൂടെ ഒച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ രേവതി പറയും, സച്ചേട്ടാ സ്വിച്ച് ഓഫോ, സച്ചേട്ടൻ എന്തിനാ സ്വിച്ച് ഓഫ് ആക്കിയെന്ന് ചോദിക്കുമ്പോഴേക്കും ചാർജ് ഇല്ലാതെ ഓഫ് ആവുമെന്ന് പറഞ്ഞ് രേവതിയോട് പൊട്ടിത്തെറിച്ചുകൊണ്ടിരിക്കുവാണ്. അപ്പോൾ രേവതി ചോദിക്കുന്നുണ്ട്, സച്ചേട്ടൻ എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ, ഒരു ഫോണല്ലേ, അതിനിങ്ങനെ ഇത്രയും ടെൻഷൻ ആവേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് പിന്നെ ട്രിപ്പിൻ്റെ ആവശ്യത്തിന് എല്ലാവരും വിളിക്കുന്നതല്ലേ, ഇതിപ്പോൾ ആരും ഇനി വിളിക്കത്തില്ലല്ലോ എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചേട്ടൻ എൻ്റെ ഫോൺ എടുത്തോ, എന്നിട്ട് എപ്പോഴും വിളിക്കുന്നവരുടെ സ്ഥിരം നമ്പറിലോട്ട് എൻ്റെ ഫോണിൽ നിന്ന് വിളിച്ചിട്ട് യൂസ് ചെയ്തോ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, എന്നും പറഞ്ഞ് ഇതങ്ങനെ വിടാനാണോ, എനിക്ക് എൻ്റെ ഫോൺ വേണ്ടതെന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചേട്ട ഒരു ഫോണല്ലേ, നിനക്കങ്ങനെ പറയാം, പക്ഷേ പോയത് എൻ്റെ ഫോണല്ലേ, എനിക്കത് കണ്ടുപിടിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ സച്ചി ഇങ്ങനെ ഭ്രാന്തളകി ഹോളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. അപ്പോൾ രേവതി പറയുന്നുണ്ട്, സച്ചേട്ടാ ഇനി ഇന്നലെ നടന്ന
പാർട്ടി നടന്ന ഹാളിൽ വല്ലതും വെച്ച് മറന്നിട്ടുണ്ടാവുമോ എന്ന് പറയുമ്പോഴേക്കും സച്ചി അങ്ങനെ ആലോചിക്കുവാണ്. എന്നിട്ട് നേരെ രേവതിയുടെ ഫോൺ എടുത്തിട്ട് മഹേഷിനെ വിളിക്കുവാണ്. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, എന്താ സച്ചി നീ എന്താ രേവതിയുടെ ഫോണിൽ നിന്ന് വിളിക്കുന്നത്? എടാ മഹേഷേ, എൻ്റെ ഫോണ് കാണാനില്ലടാ എന്ന് പറയുവാണ്. അപ്പോൾ മഹേഷ് പറയും, ഫോണ് കാണാനില്ലേ, അതിനിപ്പോൾ എന്താ, പുതിയ ഫോൺ എടുത്താൽ പോരെ എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, അതല്ലടാ, അതിലെനിക്ക് ആവശ്യമുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറയുമ്പോഴേക്കും മഹേഷിന് മറ്റേ കാര്യം മനസ്സിലാവുകയാണ്. കാരണം ഫോണിലാണല്ലോ നമ്മുടെ ശരത്ത് മോഷ്ടിക്കുന്ന വീഡിയോ ഉള്ളത്. ഓ ശരിയാണല്ലോ. എടാ നീ ഇന്നലെ പാർട്ടി നടന്ന ഹാളിൽ വലുതും മറന്നു വെച്ചിട്ടുണ്ടാവും, നമുക്ക് പോയി നോക്കാം എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയും, ആ ഞാനിപ്പോൾ വരാടാ, നമുക്ക് ഒന്നിച്ച് പോയി നോക്കാം എന്ന് പറയുവാണ്. അപ്പോൾ രേവതി പറയും, സച്ചിയേട്ടാ ഒരു പുതിയ ഫോൺ മേടിച്ച് പുതിയ സിം കാർഡ് ഇട്ടാൽ പോരെ, ഈ പ്രശ്നം തീരൂലേ, ഇത്രയും ടെൻഷൻ ആവണോ? അപ്പോൾ സച്ചി പറയും, നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല രേവതി, എനിക്ക് എൻ്റെ ഫോൺ തന്നെ വേണമെന്ന് പറഞ്ഞ് രേവതിയോട് ബഹളം വെച്ചിട്ട് ഞാൻ പാർട്ടി നടന്ന ഹാളിൽ പോവാമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാണേ. ശ്രുതി ഇതൊക്കെ കണ്ടിങ്ങനെ ചിരിച്ച് നിൽക്കുവാണ്. അതിനുശേഷം ശ്രുതി ഫോൺ ആൻ്റണിക്ക് കൊടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി റെഡിയാവുകയാണ്. അപ്പോൾ ശ്രുതി വന്നിട്ട് പറയുന്നുണ്ട്, ശ്രുതി ഇന്നത്തെ ദിവസം കണ്ടോ നീ, പണ്ട് ഞാൻ ഫോൺ വിളിച്ചാൽ പോലും എടുക്കാത്തവരാ ഇന്ന് എൻ്റെ മുമ്പിൽ വന്ന് കൈകൂപ്പി നിൽക്കുന്നു, ഇനി ഞാൻ പടിപടിയായിട്ട് ഉയർന്നുയർന്ന് വരും ശ്രുതി എന്ന് പറഞ്ഞിട്ട് ശ്രുതി ഭയങ്കരമായിട്ട് സന്തോഷിക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, എനിക്ക് ഇന്നൊരു ഡീലറെ കാണാൻ പോകാനുണ്ട്, അതുകൊണ്ട് ഞാൻ ഉണ്ടാവില്ല കടയിൽ, നീ പോയിരുന്നു എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയും, അയ്യോ ശ്രുതി എനിക്കിന്നൊരു അപ്പോയിൻമെൻ്റ് ഉണ്ട്. അപ്പോൾ ശ്രുതി പറയും, ഒരു അപ്പോയിൻമെൻ്റ് അല്ലേ, അതൊന്ന് ക്യാൻസൽ ചെയ്യിച്ചേക്ക്, എൻ്റെ ഷോപ്പിൽ പോയി നീ ഇരിക്കേണ്ട ശ്രുതി എന്ന് പറയുമ്പോഴേക്കും ശ്രുതി സമ്മതിക്കുന്നില്ലേ, ഇല്ല ശ്രുതി ഇതൊരു VIP ആണ്, VIP അപ്പോയിൻമെൻ്റ് ആണ്, എനിക്ക് പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് ശ്രുതി വാശി പിടിക്കുവാണ്. ശ്രുതി ഒരു ക്ലൈൻ്റ് അല്ലേ, അത് പോണെങ്കിൽ പോട്ടെ, നിനക്കിപ്പോൾ എന്താ പ്രശ്നം, നീ ഇത്രയും വലിയൊരു ബിസിനസ്മാൻ്റെ വൈഫല്ലേ, ഇനി കുറച്ച് നാളത്തേക്കും കൂടി നീ ജോലിക്ക് പോയാൽ മതി, അത് കഴിഞ്ഞാൽ നിനക്ക് സ്ഥിരമായിട്ട് വീട്ടിലിരിക്കാം, എൻ്റെ ഷോറൂമിലും വന്നിരിക്കാം, കാരണം ഞാൻ ഇനി വലിയൊരു ബിസിനസ്മാൻ ആവാൻ പോവാന്ന് പറയുമ്പോൾ ശ്രുതിക്ക് ദേഷ്യം വരുവാണ്. ശ്രുതി പറയുന്നുണ്ട്, ശ്രുതി ഇതൊക്കെ എൻ്റെ ജോലി സംബന്ധിച്ചുള്ളൊരു കാര്യമാണ്, എനിക്കിഷ്ടപ്പെട്ട ജോലി ഞാൻ എത്ര നാൾ വേണമെങ്കിലും ചെയ്യും, അതിൽ ശ്രുതി ഇടപെടാൻ നിൽക്കരുത്, ഞാൻ ജോലിക്ക് പോവുക തന്നെ ചെയ്യും, ശ്രുതി എത്ര വലിയ ബിസിനസ്മാൻ ആയാലും എന്ന് പറയുമ്പോഴേക്കും ശ്രുതി പറയുന്നുണ്ട്, ആ അതന്ന് എന്ത് വേണമെങ്കിലും ചെയ്തോ, ശരി ശരി നീ ടെൻഷൻ ആവണ്ട, തൽക്കാലത്തേക്ക് ഇന്നൊരു ദിവസത്തേക്ക് നീ ഷോറൂം നോക്കിയാൽ പറ്റുള്ളൂ എന്ന് ശ്രുതിയും വാശി പിടിക്കുവാണ്. ശ്രുതിയുടെ സ്വഭാവവും സൗണ്ടും ഒക്കെ അപ്പം മാറുന്നുണ്ട്. ശ്രുതിക്ക് എന്താ പറഞ്ഞാൽ മനസ്സിലാവുന്നില്ലേ, ഇന്ന് എനിക്ക് ആ ക്ലയൻറ്റിനെ കാണാൻ പോയേ പറ്റുള്ളൂ എന്ന് പറയുവാണ്. എന്തെങ്കിലും ഞാൻ അന്ന് ആ ഷോറൂം സ്റ്റാഫിനെ ഏൽപ്പിച്ചോളാം എന്ന് പറഞ്ഞിട്ട് ശ്രുതിയും അവിടെ നിന്ന് പോവാണ്. ശ്രുതി നേരെ ഫോൺ എടുത്ത് മീരയെ വിളിക്കുവാണേ. അപ്പോൾ മീര ചോദിക്കുന്നുണ്ട്, എന്തായി ശ്രുതി, ഫോണൊക്കെ കിട്ടിയോ? ആ ഫോണൊക്കെ കിട്ടി, നമുക്ക് എത്രയും പെട്ടെന്ന് ഇപ്പോൾ തന്നെ ആൻ്റണിയെ പോയി കാണണം എന്ന് ശ്രുതി പറയുവാണ് മീരേനോട്. പിന്നെ കാണിക്കുന്നത് സച്ചി മഹേഷും കൂടി ഇന്നലെ പാർട്ടി നടന്ന ഹാളിലോട്ട് പോവാണേ. ഓടിച്ചെന്നിട്ട് റിസപ്ഷനിൽ ചോദിക്കുന്നുണ്ട്, ഇന്നലെ ഇവിടെ ഒരു പാർട്ടി നടന്നായിരുന്നില്ലേ, ആ പാർട്ടിയിൽ വെച്ച് എനിക്ക് എൻ്റെ മൊബൈൽ മിസ്സായി എന്ന് പറയുമ്പോഴേക്കും റിസപ്ഷനിലെ സ്റ്റാഫ് പറയുന്നുണ്ട്, ക്ലീൻ ചെയ്യുന്ന ടൈമിലൊന്നും കിട്ടിയിരുന്നില്ലല്ലോ, കിട്ടിയിരുന്നെങ്കിൽ അവർ നമ്മളെ ഇവിടെ കൈയോടെ ഏൽപ്പിച്ചാനായിരുന്നു, അവിടെയൊന്നും ഇല്ലായിരുന്നു എന്ന് പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഞങ്ങളൊന്ന് പോയി ചെക്ക് ചെയ്തോട്ടെ, ഇവിടെ വെച്ച് മിസ്സായെന്നാണ് എൻ്റെ ഒരു ഓർമ്മ എന്ന് പറയുമ്പോഴേക്കും അവർ പറയും, അതിനെന്താ പോയി നോക്കിക്കോ എന്ന് പറയുവാണേ. സച്ചിയും മഹേഷും കൂടി ആ ഹോള് മൊത്തം അരിച്ച് പെറുക്കുന്നുണ്ട്. പക്ഷെ സച്ചിയുടെ ഫോൺ അവിടെ നിന്നൊന്നും കിട്ടുന്നില്ല. സച്ചി ഭയങ്കര ടെൻഷനാവുകയാണ്. മദ്യപിക്കാനിരുന്ന സ്ഥലത്തും പോയൊക്കെ നോക്കുന്നുണ്ട്, അവിടെയൊന്നും ഫോണില്ല. അവസാനം സച്ചി മഹേഷും കൂടി പോകുമ്പോഴേക്കും റിസപ്ഷനിലെ സ്റ്റാഫ് പറയുന്നുണ്ട്, എന്തായി കിട്ടിയോന്ന് ചോദിക്കുമ്പോഴേക്കും സച്ചി ഇല്ലെന്നാണ് പറയുന്നത്. അപ്പോൾ അവർ പറയും, ഇനി ചിലപ്പോൾ ആരെങ്കിലും മാറ്റിയെടുത്തതും ആവാം, അങ്ങനെ ആരെങ്കിലും ഇവിടെ കൊണ്ടുവന്ന് ഫോൺ ഏൽപ്പിക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ വിളിക്കാം, നിങ്ങളുടെ കോൺടാക്ട് നമ്പർ തരുമെന്ന് പറയുമ്പോഴേക്കും സച്ചി മഹേഷിൻ്റെ നമ്പർ കൊടുക്കുവാണ്. അങ്ങനെ സച്ചി മഹേഷും കൂടി ആ ഹോട്ടലിൽ നിന്ന് ഇറങ്ങുവാണ്. സച്ചിക്ക് വല്ലാത്ത ടെൻഷനാണ്, കാരണം ആ ഫോണിൽ ശരത്തിൻ്റെ ആ വീഡിയോ ഉള്ളതുകൊണ്ടാണ് സച്ചിക്ക് ഇത്രയും ടെൻഷൻ. എടാ മഹേഷേ, ആ വീഡിയോ ആരെങ്കിലും കണ്ട് പുറത്തോട്ടെങ്ങാനും ലീക്കാക്കി കഴിഞ്ഞാൽ അത് വീട്ടിൽ ഭയങ്കര പ്രശ്നമാവും. അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, അതും ശരിയാ, നമുക്കെന്നാ സ്റ്റേഷനിൽ പോയി ഒരു കംപ്ലൈൻറ്റ് കൊടുക്കാമെന്ന് പറയുവാണേ. അപ്പോൾ സച്ചി പറയും, സ്റ്റേഷനിലോ? അവർ ഫോണിൻ്റെ സിഗ്നൽ വെച്ച് എവിടെയാണെന്ന് കണ്ടുപിടിച്ച് തരും എന്ന് പറയുമ്പോൾ സച്ചി പറയും, അല്ല അവരപ്പോൾ എൻ്റെ ഫോണിൽ വീഡിയോ കാണില്ലേ? അപ്പോൾ മഹേഷ് പറയുന്നുണ്ട്, അവർ നിൻ്റെ ഫോണിലെ വീഡിയോസ് ഒന്നും ചെക്ക് ചെയ്യാൻ പോകുന്നില്ല, വാ നമുക്ക് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കാം, അതാ നല്ലതെന്ന് പറഞ്ഞിട്ട് സച്ചിയും കൂട്ടി സ്റ്റേഷനിലോട്ട് പോവാണേ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് നാളത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും നന്ദി.